ஹலோ கைஸ், வெல்கம் பேக் டு another வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, ஆஃபீஸ் ஆன் டியூட்டி சீன் 4 தான் இன்னைக்கு வந்து ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா சீன் 3 வரைக்கும் நம்ம ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். பார்க்காதவங்க கண்டிப்பாக செட் பண்ணி பாருங்க. சீன் 3 வரைக்கும் வந்து பார்த்தீங்கன்னா ஒவ்வொரு சீன்லையுமே வந்து ஒவ்வொரு மர்டர் வந்து நடந்துட்டு இருந்துச்சு. சீன் 4ல் என்ன மர்டர் நடக்க போகுது என்னன்னு சொல்லிட்டு தெரியல. வீடியோக்குள்ள போய் பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். வீடியோக்குள்ள பார்த்துக்க முன்னாடி இன்னும் நீங்கள் நம்ம சேனலுக்கு சப்ஸ்கிரைப் பண்ணால் கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். மறக்காம இந்த வீடியோக்கு லைக் பண்ணுங்கள். இப்போ வாங்க வீடியோக்குள்ளே போகலாம். നാളത്തെ വളവിട്ട് തീർക്കണ്ട വേറെ ഞാൻ ശശിനും കൂടി കൂട്ടിക്കോ. വണ്ടി സർവീസിന് കൊടുക്കുന്ന കാര്യം എന്തായി? അത് വൈകുന്നേരം സജി കൊണ്ടുപോകും. തിങ്കളാഴ്ച ഇറങ്ങിയായിരുന്നു. ഞാൻ പറമ്പൊക്കെ നാശമായി കിടക്കാം. അതൊന്ന് വൃത്തിയാക്കാനായിട്ട് അവളാണെങ്കിൽ പുറത്തിറങ്ങാറുമില്ല. അതോട്ടില്ല. എന്താ സാറേ? ശരിക്കും ഞാനിടപെടുന്നു. താനെന്തിനാ ഏറ്റെടുത്തു? അതൊക്കെ കഴിഞ്ഞ കാര്യമില്ല സാറേ. സാറുവാ ട്രെയിൻ നടക്കൂല സാറേ. വിധി വരാൻ ഇനിയും സമയമെടുക്കുമല്ലോ. അല്ലെങ്കിൽ തന്നെ നമുക്കിനി നഷ്ടപ്പെടാൻ എന്താ സാറേ ഉള്ളത്? സാറിനറിയോ, അന്ന് സാറത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ. നീ എന്തിനാണ് തോമസിനെ കാണാൻ പോയത്? എന്താ എന്റെ ഉദ്ദേശം? നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ചേർന്ന് തോമസിനെ പ്രതിയാക്കിയെന്നാണോ നിന്റെ വിചാരം? അയാൾ സ്വയം കുറ്റമേറ്റതാണ്. തോമസ് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ SP ഉൾപ്പെടെ 5 പോലീസുകാരുടെ പണി പോയത്. ഇപ്പൊ തന്നെ ആ ചന്ദ്രബാബു നിന്റെ പേരിൽ കൊലക്കുറ്റത്തിന് കേസ് കൊടുക്കണമെന്ന് മുഖ്യമന്ത്രിക്കും BJPക്കും പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. അതൊന്നും എങ്ങനെ വരാൻ പറ്റും നോക്കുമ്പോഴാണ് അവന്റെ ഹരി, ഞാനും ഇന്ന് രാവിലെ ഗിരിയോട് സംസാരിച്ചിരുന്നു. അവൾക്ക് കുറച്ച് സമയം കൊടുക്കണം. നീ ഒന്ന് വെയിറ്റ് ചെയ്യും, എല്ലാം ശരിയാവും. നീ വന്നേ, ഭക്ഷണം കഴിക്കാം. ഹലോ ആന്റി, ഞങ്ങൾ എൽസിയുടെ ഫ്രണ്ട്സാ. വന്നത് റോങ് ടൈം ആണെന്നറിയാം. ചടങ്ങ് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. അതിപ്പോ വന്ന് വാ, അകത്തേക്ക് ഇരിക്കാം. മോളുടെ കൂടെ പഠിച്ചവരാണ്. ആണോ? എന്താ ഈ നേരത്ത്? ഞങ്ങൾ ബാംഗ്ലൂർ പോണ വഴിയിലാണ്. ആ, ഇരിക്കി. എൽസയുടെ കൂടെ കോളേജിലാണോ നിങ്ങൾ പഠിച്ചത്? കോളേജിലാണ്, +2 പഠിച്ചു. +2നോ? ആമാ. പേര്? സെലിൻ. സത്യ. ക്രിസ്ത്യൻ. അന്ന. My name is Lance. ലാൻസ്. അങ്കിളെ, എൽസ് മരിച്ചപ്പോ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. സെം എക്സാം ആയിരുന്നു. സ്റ്റഡിങ് മെഡിസിൻ ഇൻ ബാംഗ്ലൂർ. എല്ലാരും കൂടെ ഒരുമിച്ച് വരാന്ന് വിചാരിച്ചാ ഇത്ര നാളും വെയിറ്റ് ചെയ്തേ. ഇതിപ്പോ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ടാ. ഞാൻ നിങ്ങക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ആന്റി, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യട്ടെ? അയ്യോ വേണ്ട മക്കളെ, ലൈം ജ്യൂസ് ആണ്. അയ്യോ എവിടെയാ ആന്റി? ഞാൻ വെള്ളം എടുക്കാവേ. இவங்க സലിം, സോൾട്ട് ചെയ്യേ. നിങ്ങളൊക്കെ ഹോസ്റ്റലാണോ താമസം? இல்ல அங்கு இவங்க 2 பேருமே ஹாஸ்டல் தான். நாங்க கம்மனால ஒரு வீடு எடுத்திருக்கோம். அங்கதான். ഓ, നിങ്ങളെ
ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ? ഇല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. சாப்பிட்டோம் அங்கு. வர வழியில் ஒரு கடை இருக்கு, நல்ல புட்டும் பீஃபும் கிட்டும், அங்க சாப்பிட்டோம். அந்த கேஸ் என்ன சாங்க? നടക്കുന്നു. മോൻ മലയാളിയല്ലേ? அப்பா தமிழ் தான், ஆனா இங்க வந்து செட்டில் ஆகி ஒரு 5 வருஷம் ஆச்சு. ഓ, മോനിവിടെ എവിടെയാ താമസിച്ചിരുന്നത്? അങ്കിൾ ഇവർ കളമശ്ശേരി അപ്പോളോ ടയർസിന്റെ ക്വാർട്ടേഴ്സിലായിരുന്നു. His dad used to work there. നിങ്ങളോട് ഒരു ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നല്ലോ, ടീച്ചറുടെ പേര് ഞാൻ മറന്നുപോയി. മോള് മരിച്ചതിന് ശേഷം വല്ലപ്പോഴും ഇവിടെ വരുമായിരുന്നു. നിങ്ങൾക്കതൊരു ആശ്വാസമായിരുന്നു. ടീച്ചറുടെ പേര് അത് ശ്രീദേവി ടീച്ചർ ആയിരിക്കും. സന്ദേഹം. ஐயோ, ஏதோ ட்விஸ்ட் இருக்கு. ഇതിലേതാ ഇവരുടെ ശ്രീദേവി ടീച്ചർ? പോച്ച്. ഇതിലേതാണ് നീക്കെ? അങ്കിളെന്തോ ഒരുമാതിരി പോലീസുകാർ ചോദിക്കുന്ന പോലെ. പോലീസുകാരനാണ്, അതുകൊണ്ട് ഈ കാര്യം പറ്റിക്കാൻ നോക്കുന്നേ. ஐயோ, போச்சு. 5 വർഷമായി താമസിച്ച സ്ഥലം അറിഞ്ഞൂടെ, പഠിപ്പിച്ച ടീച്ചർ അറിഞ്ഞൂടാ. ആരാണ് നീക്കെ? ഇനി ഞാനൊരു ഫോട്ടോ കാണിച്ചേട്ടെ. നീ ഇടിച്ചു വന്ന ശ്യാമിന്റെ ഫ്രണ്ട്സ് ഞങ്ങളൊക്കെ. പുറത്തിറങ്ങാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. എന്റെ ഡോക്ടറിനെ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവനെ കൊന്നേ. അവൻ മാത്രല്ലടാ, ഞാനും ചെയ്തിട്ടുണ്ട്. ஐயோ, ഞാനും താനും. So did I. True story. അങ്കിളിന് അതിന്റെ വീഡിയോ കാണണം. ഞാൻ കാണിച്ചു തരാം. കൊള്ളാമോ? என்ன 2 பேத்துக்கு ரத்தம்? ஓ, ஐயோ, He was the love of my life. Uncle, Harisankar Sara. Harisankar Sara. അപ്പയ്യനെ. Harisankar Sara. ഓ, Found it. ஃபர்ஸ்ட் மர்டர் நடக்கும்போது இவங்க அந்த சேர்ல உட்காந்துருந்தாங்க. எதுக்கு இந்த மர்டர்லாம் பண்றாங்கன்னு தெரியல.
സജീവമാക്കേണ്ടത്. പോയിസനാണോ? അതെ സാർ. ആ ഗ്ലാസ്സുകളിൽ പ്രിന്റ് ഡെവലപ്പ് ചെയ്യണം. സർ 174 ആണ്. വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്താവാനാണ് സാധ്യത. കാരണം അകത്ത് ബലപ്രയോഗത്തിനോ മറ്റോ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. ഓ കളി വെച്ചിട്ടാണ്. മാത്രമല്ല വീട് ആ കുറ്റിയിട്ടിരിക്കുകയാണ്. ഫർദർ ഡെവലപ്മെന്റ് തന്നെ അപ്ഡേറ്റ് ചെയ്യും. ശരി സർ. ഷാവിലെ, ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. എടാ, ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പം ആള് പറമ്പിലെ പണിക്കാരോടൊപ്പം നല്ല ആക്റ്റീവായിരുന്നു. എന്നോടും വളരെ നോർമലായിട്ട് സംസാരിച്ചു. മകളെ കുറിച്ച് ഓർത്താണ് ഇവർ ആത്മഹത്യ ചെയ്തെങ്കിൽ ഇവരുടെ കയ്യിലുണ്ടാവേണ്ടത് മകളുടെ സിംഗിൾ ഫോട്ടോയോ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി ഫോട്ടോയോ ആണ്. കറക്റ്റ്. ഇനി അഥവാ ഈ ഫോട്ടോ എടുത്തിട്ട് തന്നെയാണ് അവർ ആത്മഹത്യക്ക് ശ്രമിച്ചതെങ്കിൽ അവരുടെ അടുത്താണ് ആ ഫോട്ടോ കിടക്കുന്നത്. ഇത്രയും ദൂരെ മാറിയ ടീപ്പോയുടെ താഴെ കിടക്കുമായിരുന്നില്ല. അവരെവിടെ ഇരുന്നാണ് ജ്യൂസിൽ വിഷം കലക്കിയതെങ്കിൽ ആ വിഷക്കുപ്പി കാണേണ്ടിയിരുന്നത് ആ ടേബിളിന്റെ പുറത്താണ്. വെപ്രാളത്തിൽ തട്ടിത്തെറിപ്പിച്ചാൽ പോലും അതിവിടെയല്ല കിടക്കുന്നത്. ഇത്ര കൃത്യമായി അത് ബ്ലഡിൽ മുങ്ങിക്കിടക്കണമെങ്കിൽ ഫിംഗർ പ്രിന്റ് ഇട്ടായിരിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്തതാണ്. ഇന്നലെ രാത്രി ഇവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ട്. അവരായിരിക്കാം വിഷം കലർത്തിയത്. കിച്ചണിലെ 5 ഗ്ലാസ്സുകൾ ഒരു ട്രെയിൽ കഴുകി വെച്ചിട്ടുണ്ട്. അവര് വിഷം കഴിക്കാൻ ഉപയോഗിച്ച അതേ ടൈപ്പ് ഗ്ലാസ്സുകൾ. അതിന്റെ നനവ് പോലും ഇതുവരെ പോയിട്ടില്ല. വന്നവരുടെ ഫിംഗർ പ്രിന്റ് പതിയാതിരിക്കാൻ വേണ്ടി അവർ കഴുകി വെച്ചതാവാം. ഇവിടെ പക്ഷേ സമ്മ വന്ന ഗസ്റ്റ് ആണെങ്കിലോ തോമസിന്റെ ഭാര്യ എന്നെ ആ ഗ്ലാസ്സുകൾ കഴുകി വെച്ചായിരിക്കും. കാരണം വീട് മുഴുവൻ അകത്തൊന്ന് ലോക്കായിരുന്നു. ആ വർക്ക് ഏരിയയിലെ സ്റ്റെയർ കേസിന് മുകളിൽ ഉണങ്ങിയ മാവിലകൾ കിടപ്പുള്ളൂ. വിഷം കൊടുത്ത ശേഷം അതിൽ ആരോ ഒരാള് വീടകത്തുനിന്ന് കൂട്ടി ഓട് മാറ്റിയാണ് പുറത്തു പോയിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിൽ ഓടിന്റെ പുറത്തുള്ള അത്രയും ഭാഗത്തെ കരിയിലകൾ മാറിക്കിടക്കുന്നു. പിന്നെ നീ പറഞ്ഞ പോലെ അവര് സ്വയം ജ്യൂസിൽ വിഷം കലർത്തിയതാണെങ്കിൽ അവർക്ക് കഴിക്കാൻ ഒരു നാരങ്ങ മുറിച്ചാൽ മതി. പക്ഷെ അടുക്കളയിലെ വേസ്റ്റ് ബിന്നിനുള്ളിൽ പിഴിഞ്ഞ 8 മുറി നാരങ്ങ തൊണ്ടുകൾ കിടക്കും. സർ ടീപ്പോയിൽ നിന്ന് കിട്ടിയ ഒരു ഗ്ലാസ്സിൽ തോമസിന്റെ ഫിംഗർ പ്രിന്റും മറ്റേതിൽ ഭാര്യയുടെ ഫിംഗർ പ്രിന്റും മാത്രമേ ഉള്ളൂ. വിഷം കലക്കിയ തോമസ് ആണെങ്കിൽ അയാളുടെ ഫിംഗർ പ്രിന്റ് 2 ഗ്ലാസ്സുകളിലും കാണേണ്ടതായിരുന്നു. അതല്ല അയാളുടെ ഭാര്യയാണ് വിഷം കലക്കിയെങ്കിൽ അവരുടെ ഫിംഗർ പ്രിന്റ് 2 ഗ്ലാസ്സുകളിലും കാണണം. ഇവിടെ ഓരോ ഗ്ലാസ്സുകളിലും അവരവരുടെ പ്രിന്റ് മാത്രമേ ഉള്ളൂ. അതിന്റെ അർത്ഥം ജ്യൂസിൽ വിഷം കലർത്തി കൊടുത്തത് മറ്റൊരാളായിരിക്കും. ഒരു ക്രൈം സീനിൽ നിന്ന് കിട്ടുന്ന തെളിവുകളെ പരസ്പരം കണക്ട് ചെയ്തുണ്ടാക്കുന്ന കഥയാണ് കുറ്റാന്വേഷണം. ആ കഥയിൽ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന ലോജിക്കിൽ നമുക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി നിർത്തിയാൽ അവസാനം ഉണ്ടാകുന്ന കഥയായിരിക്കും യഥാർത്ഥത്തിൽ നടന്ന കുറ്റകൃത്യം. സമ്മ அந்த ஓட்டு வீடு எதுக்கு பார்த்தாங்க? அது எனக்கு புரியல. ആ മാല പണയം വെച്ച പെൺകുട്ടി തിരിച്ചെത്തിയോ? സാർ, അത് അന്വേഷിച്ചിട്ട് എന്ന് തന്നെ അറിയിക്കണം. ശരി സാർ.